കേരളത്തിൽ 2000 രൂപ വിലമതിക്കുന്ന ഫോണിന് ബംഗ്ലാദേശിൽ 40,000 രൂപയുടെ കള്ളനോട്ട്. കേരളത്തിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ബംഗ്ലാദേശിൽ കൊണ്ടുപോയി വിൽക്കുകയും കള്ളനോട്ടുമായി തിരികെ വരികയും ചെയ്യുന്ന സംഘത്തിലെ പ്രധാന ഏജന്റിനെ പോലീസ് പിടികൂടി. പെരുമ്പാവൂരിൽ നിന്നും കള്ളനോട്ടുമായി പിടിയിലായ ബംഗ്ലാദേശ് സ്വദേശി ഇന്ത്യയിൽ എത്തിയത് 18 കൊല്ലം മുൻപാണെന്ന് പോലീസ് പറയുന്നു. ട്രെയിൻ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിന് റെയിൽവേ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കഴിഞ്ഞ 23-നാണ് ബംഗ്ലാദേശ് അലൈപൂർ സ്വദേശി 32 വയസ്സുള്ള സലീം മണ്ഡൽ പെരുമ്പാവൂരിൽ നിന്നും പിടിയിലായത്. 18 വർഷം മുൻപ് ഇന്ത്യയിലെത്തിയ ഇയാൾ ആദ്യത്തെ 3 വർഷം പശ്ചിമ ബംഗാളിലായിരുന്നു. 15 വർഷമായി കേരളത്തിലെത്തിയിട്ട്. പശ്ചിമബംഗാളിൽ നിന്നും ഇയാൾ ഇന്ത്യൻ പാസ്പോർട്ടും ആധാർ കാർഡും എടുത്തു. പാസ്പോർട്ടിൽ ബംഗ്ലാദേശ് വിസ പതിച്ചു. ഇന്ത്യക്കാരനാണെന്ന് തെളിയിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇയാൾ ബംഗ്ലാദേശിൽ പോയി വന്നിരുന്നത്. കേരളത്തിൽ പരമാവധി 2000 രൂപ കിട്ടുന്ന മൊബൈൽ ഫോണിന് ബംഗ്ലാദേശിൽ 40,000 രൂപയുടെ കള്ളനോട്ട് ലഭിക്കുമെന്നാണ് വിവരം. കസ്റ്റഡിയിലെടുത്തപ്പോൾ 17,500 വ്യാജനോട്ടുകൾ ഇയാളിൽ നിന്നും കണ്ടെടുത്തു. നിരവധി വ്യാജനോട്ടുകൾ ഇവരുടെ സംഘം ഇന്ത്യയിൽ വിതരണം ചെയ്തതായി സൂചന ലഭിച്ചിട്ടുണ്ട്. നോട്ടടിക്കുന്ന പേപ്പറും മെഷീനും ഇയാൾ ബംഗ്ലാദേശിൽ എത്തിച്ചതായും വിവരമുണ്ട്. 50ഓളം മൊബൈൽ ഫോണുകൾ ഒരുമിച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടത്തുന്നത്. മുൻപ് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ ഇയാൾ ബീഹാർ സ്വദേശിയായ ഇരയ്ക്ക് നഷ്ടപരിഹാരം നൽകി കേസിൽ നിന്നും രക്ഷപ്പെട്ടു. പെരുമ്പാവൂർ അല്ലപ്രയിൽ അനധികൃതമായി താമസിച്ചിരുന്ന സലീം മണ്ഡലിന്റെ അമ്മ 52 വയസ്സുള്ള റൊജിനയും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സാനയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യ, ഇൻസ്പെക്ടർ TM സൂഫി, സബ് ഇൻസ്പെക്ടർ PM റാസിഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മലയാളം ടെലിവിഷൻ, കൊച്ചി. Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ.